ISRO അമേരിക്കൻ കമ്പനിയായ എസാറ്റ് സ്പേസ് മൊബൈലിന്റെ ബ്ലൂബേർഡ് ബ്ലോക്ക് 2 എന്ന കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് സ്പേസിലേക്ക് വിക്ഷേപിച്ചിരിക്കുന്നു. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയായ ISRO വികസിപ്പിച്ച LMV-3 എന്ന റോക്കറ്റ് ഉപയോഗിച്ചാണ് ഈ സ്പേസ് മിഷൻ പൂർത്തിയാക്കിയത്. ഇന്ത്യയുടെ ഏറ്റവും ഭാരമേറിയതും ഏറ്റവും ശേഷിയുള്ളതുമായ വിക്ഷേപണ വാഹനമാണിത്. 45 മീറ്റർ ഉയരവും 650 ടൺ ഭാരവുമുള്ള ഈ റോക്കറ്റിന് ജിയോ സിങ്ക്രോണസ് ട്രാൻസ്ഫർ ഓർബിറ്റിലേക്ക്, അതായത് GTO, 7 ടൺ പേലോഡ് വഹിക്കാനുള്ള ശേഷിയുണ്ട്. കൂടാതെ ലോ എർത്ത് ഓർബിറ്റ് LEO-യിലേക്ക് 10 ടൺ ഭാരവും വഹിക്കാൻ പറ്റും. 2023 ചന്ദ്രയാൻ 3 ദൗത്യം ഇന്ത്യ ഈ റോക്കറ്റിന്റെ സഹായത്തോടെയാണ് പൂർത്തിയാക്കിയത്. ഒരു കാലത്ത് ഇന്ത്യ തന്റെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ സോവിയറ്റ് യൂണിയൻ, അമേരിക്ക, യൂറോപ്പ് എന്നീ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്നു. പിന്നീട് ഇന്ത്യ സ്വന്തമായി ഉപഗ്രഹങ്ങളും ഉപഗ്രഹ വിക്ഷേപണ വാഹനങ്ങളും വികസിപ്പിച്ചു. ക്രയോജനിക് സാങ്കേതികവിദ്യ ഇന്ത്യക്ക് നൽകുന്നത് തടയാൻ അമേരിക്ക സോവിയറ്റ് യൂണിയന്റെ മേൽ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. റഷ്യ ആദ്യം ചില ക്രയോജനിക് എഞ്ചിൻ ടെക്നോളജിയും എഞ്ചിനുകളും ഇന്ത്യക്ക് നൽകിയിരുന്നുവെങ്കിലും ഇന്ത്യയുടെ സ്വദേശീയ ക്രയോജനിക് എഞ്ചിൻ വികസനത്തിൽ മുഖ്യ പങ്കുവഹിച്ചത് അവസാനം ഇന്ത്യയുടെ ഇസ്രോ തന്നെയായിരുന്നു. അമേരിക്കയുടെ MTCR ഉപരോധങ്ങൾ മറികടന്ന് റഷ്യൻ സാങ്കേതിക കൈമാറ്റം പരാജയപ്പെട്ടതിനു ശേഷം വർഷങ്ങളോളം സ്വന്തമായി ഗവേഷണം നടത്തിയാണ് ഇന്ത്യ സ്വന്തം ക്രയോജനിക് എഞ്ചിൻ ടെക്നോളജി വികസിപ്പിച്ചെടുത്തത്. ഇതോടെ ക്രയോജനിക് എഞ്ചിൻ ടെക്നോളജി ഉള്ള ലോകത്തിലെ വിരളമായ ചില രാജ്യങ്ങളിൽ ഒന്നായി മാറി ഇന്ത്യ. അമേരിക്കൻ ഉപഗ്രഹം തന്നെ ബഹിരാകാശത്തിലേക്ക് വിക്ഷേപിച്ചതിലൂടെ ഇന്ത്യ ഒരിക്കലും സ്വന്തമായി ക്രയോജനിക് എഞ്ചിൻ വികസിപ്പിക്കരുതെന്ന് ആഗ്രഹിച്ച അമേരിക്കക്കെതിരെ ഇന്ത്യ ഒരു മധുര പ്രതികാരം നടത്തി.